വണക്കം. അങ്ങനെ നമ്മുടെ UAE ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആണ് മുഹമ്മദ് ബിൻ അബ്ദുൾ അൽ നഹ്യാനാണ്. ഈ വായിക്കൊള്ളാത്ത അറബി പേരായതുകൊണ്ടാണ്. എന്തായാലും മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അതിൽ നമുക്ക് പിടിക്കാം. എന്തായാലും നമുക്ക് അൽ നഹ്യാൻ എന്ന് ചുരുക്കി വിളിക്കാം. വല്ല ബാബു എന്ന, ശശി എന്ന, രാജേന്ദ്ര ബാബു എന്നൊക്കെ ആയിരുന്നെങ്കിൽ വളരെ ഈസി ആയിരുന്നു. എന്തായാലും അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യ സന്ദർശിക്കാൻ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട്. രാജ്യത്തേക്ക് എത്തിയപ്പോൾ പ്രോട്ടോക്കോൾ എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ട് കൈയും വിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത് കണ്ട് സുഡാപ്പികൾ ആനന്ദ തന്തുലിതരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം വന്നപ്പോൾ നമ്മുടെ സുഡാപ്പികൾ ഇവിടെ കിടന്ന് പറയുന്നത്, കണ്ടാടാ UAE നമ്മുടെ ഭരണാധികാരി ഞമ്മൻ്റെ വാപ്പ എന്നുള്ള രീതിയിലാണ് മറ്റേ സംസാരം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ, ആ രാജാവിൻ്റെ മുമ്പിൽ പ്രോട്ടോക്കോൾ പോലും തെറ്റിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇറങ്ങി രണ്ട് കൈയും വിരിച്ച് വന്ന് നിന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കണ്ടോടാ, ഇതാണോടാ UAEയുടെ പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യവന്മാരി കിടന്ന് അച്ചമ്പുച്ചം ബഹളം വയ്ക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിനക്കൊക്കെ കരയാനുള്ള വക ഞാൻ തരാം. എന്തിനാണ് UAEയുടെ ഭരണാധികാരി ഇവിടെ വന്നിരിക്കുന്നതെന്നും GCC രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നതെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഇപ്പോൾ കണ്ട വല്ല കായൽ വഴി ഓടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അൽ നഹ്യാൻ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു, സ്വീകരിച്ചു. അതിനുശേഷം കാർ നയതന്ത്രം, ഇപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കാറിനകത്ത് വെച്ച് സംസാരിക്കുക. അതാകുമ്പോൾ ഈ കള്ള പുല്ലുകളിലൊന്നും കാണില്ലല്ലോ, എന്ത് വേണമെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാം. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാറിനകത്ത് വെച്ച് അദ്ദേഹത്തെ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇനി നാളെ മറ്റേ കഥയൊന്നും അടിച്ചിറക്കല്ലേ. കാരണം റഷ്യയിൽ പോയപ്പോൾ പുടിൻ നരേന്ദ്രമോദിയെ കാറിനകത്ത് കയറ്റി. അങ്ങനെയാണെങ്കിൽ മോദിയുടെ ജീവൻ രക്ഷിക്കാനാണ് പുടിൻ അങ്ങനെ ചെയ്തത്. കാരണം വെളിയിൽ ആരോ സ്നൈപ്പറും കൊണ്ട് നിന്ന്, പിന്നെ മിനി മിലീഷ്യയിലെ സ്നൈപ്പറും കൊണ്ട് നിൽക്കാൻ, അതുപോലെ നമ്മുടെ നഹ്യാൻ മോദിയുടെ ജീവൻ രക്ഷിക്കാനാണ് കാറിൽ കുറേ നേരം ഇരുന്നത് എന്ന് വേണമെങ്കിൽ ഇവന്മാർ പറയും. തലയ്ക്ക് ഓളമാണ്, അതുകൊണ്ടാണ്. എന്തായാലും അങ്ങനെ കാർ നയതന്ത്രമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരുപാട് കരാറിൽ ഒപ്പിട്ടു. ഈ കരാറിലൊക്കെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ വെറും കരാറിലല്ല ഒപ്പിട്ടിരിക്കുന്നത്, അതിലേക്കൊക്കെ ഞാൻ വരാം. എന്തായാലും എന്താണ് ഇവിടെ അദ്ദേഹം ചെയ്തു കൂട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ഊർജ്ജ മേഖലയിലെ സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനിക ന്യൂക്ലിയർ സാങ്കേതികവിദ്യ. എങ്ങനെ? ആധുനിക ന്യൂക്ലിയർ സാങ്കേതികവിദ്യ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ. ചിലപ്പോൾ ഇത് സുഡാപ്പികൾ കേട്ടോണ്ടിരിക്കണമെങ്കിൽ അവന്മാർ വിചാരിക്കുക ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യയെ അതെന്തൊരു സാധനം, അങ്ങനെയെങ്കിൽ തന്നെ നമുക്കിപ്പോൾ എന്താ എന്നൊക്കെയുള്ള തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. AI, ശൂന്യാകാശ ഗവേഷണം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈകോർക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെ, അതായത് LNG, അതാണ് ദ്രവീകൃത പ്രകൃതിവാതകം എന്നൊക്കെ പറയുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡായി പോയല്ലേ. LNG ഇതിൻ്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തേകും. കൂടാതെ 2030 ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് വമ്പൻ ഉണർവ് നൽകും. UAEയിലെ ഫസ്റ്റ് അബുദാബി ബാങ്ക്, DP വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇത് നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. UAEയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപ്പര്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദം, പാകിസ്ഥാൻ, ആ ഭീകരവാദത്തെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെയും ഇരു നേതാക്കളും സംയുക്തമായി അപലപിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വൈകിട്ട് 5 മണിയോടെയാണ് ഇന്ത്യയിലെത്തിയത്. വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. രണ്ടുപേരും ഒരേ കാറിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയായിട്ടുള്ള ലോക് കല്യാൺ മാർഗിലേക്ക് പോയത്. സഹോദരൻ എന്നാണ്, ഓ മൈ ഗോഡ്, ഷെയ്ഖ് മുഹമ്മദിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. India-UAE ബന്ധം വളരെ ശക്തമായി നിലനിർത്തുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപ്പര്യത്തെ നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഷെയ്ഖ് മുഹമ്മദ് മടങ്ങിയത്. 3 മണിക്കൂറാണ് ഈ ഹ്രസ്വ സന്ദർശനം നിലനിന്നത്. പക്ഷേ പരസ്പര സഹകരണം ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിലുണ്ടായി. ഇതുവരെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല വാർത്ത, കിടിലം വാർത്ത എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നിയത്. ഇതൊരു വാർത്ത ആയിട്ട് തോന്നിയല്ലോ. ഇനി വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം.
ഹ്രസ്വ സന്ദർശനമാണ്. അതായത് വെറും 3 മണിക്കൂർ UAE ഭരണാധികാരി ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരു ന്യൂക്ലിയർ കരാറൊക്കെ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകണമെങ്കിൽ എന്തായിരിക്കും? UAE ഭരണാധികാരിയുടെ തലയ്ക്ക് ഓളമായതുകൊണ്ടല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് ഓളമായതുകൊണ്ടല്ല അവർ വന്ന് ഇതൊക്കെ ഒപ്പിട്ടിട്ട് പോയത്. അവിടെയാണ് കളി കിടക്കുന്നത്. ഇനിയാണ് നമുക്ക് കരയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങാൻ പോവുകയാണ്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ജട്ടി വലിച്ച് കീറാൻ പോവുകയാണ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യം പാകിസ്ഥാൻ അറിയാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഓടിപ്പോയി സൗദി അറേബ്യ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ആണവ കൊട തരാം. ആണവ കൊടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു രാജ്യവും ആക്രമിക്കില്ല. കാരണം ഈ ഗൾഫ് കൺട്രീസിൽ ഈ പാകിസ്ഥാന് മാത്രമേ ഉള്ളൂ ഈ ആണവ ആയുധം. മനസ്സിലായില്ലേ? പാകിസ്ഥാന് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ടെററിസത്തിന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യവും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി ആയുധങ്ങൾ, അതായത് നല്ല എസ് മോഡൽ കത്തിയൊക്കെ ഇരിക്കുന്നത് ഗുണ്ടകളുടെ കയ്യിലാണ്. അറിയാമല്ലോ, മാനമര്യാദയ്ക്ക് വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കത്തിയില്ല, ഒന്നുമില്ല, വളരെ സുഖമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അതുപോലെയാണ് ഈ GCC എന്ന് പറയുന്നില്ല, ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ്. ഇവന്മാർക്ക് ഇത് കിട്ടിയത് അമേരിക്ക കൊടുത്തതാണ്. സൗദി ഇതിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. പണ്ട് ഫണ്ട് ചെയ്തത് ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഇവന്മാർ ഫണ്ട് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് സൗദിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നമുക്കൊരു അറബ് നാറ്റോ തുടങ്ങാം. എന്നെ ആക്രമിക്കാൻ വന്നാൽ നീ തടുക്കണം, നിന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ തടുക്കും എന്ന് പറഞ്ഞു. സൗദി പറഞ്ഞു ശരി തടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൗദി എന്ത് ചെയ്തു? ഈ അറബ് നാറ്റോയിൽ ഒപ്പിട്ടു. അറബ് നാറ്റോയിൽ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷമാണ് അഫ്ഗാനിസ്ഥാൻ ഇവരെ ആക്രമിക്കുന്ന പാകിസ്ഥാനെ. അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു നിനക്കൊക്കെ ഇപ്പം കിട്ടും, നമ്മുടെ ആളിയെ സൗദി ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചു. സൗദി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അടി കണ്ടിട്ട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും സഹോദര തുല്യരാണ്, രണ്ടും മുസ്ലിം രാഷ്ട്രങ്ങളാണ്, അതുകൊണ്ട് ഇതിനകത്ത് മുതലെടുപ്പിന് സ്കോപ്പില്ല. വല്ല ഇസ്രായേലും ഗസയൊക്കെ ആണെങ്കിൽ നോക്കാമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ നല്ലൊരു തീരുമാനത്തിൽ അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞിട്ട് സൗദി പൊടിയും തട്ടി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് സൗദിയെ മാത്രം കൊണ്ട് നിർത്തിയാൽ നിൽക്കില്ല, ഈ അറബ് നാറ്റോ തുർക്കിയെ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞ് നല്ല ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിനും കൂടെ ഇതിനകത്ത് പാകിസ്ഥാൻ കൊണ്ടുവന്ന് ചേർത്തു. അങ്ങനെ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടെ ചേർന്നാണ് ഈ അറബ് നാറ്റോ എന്ന് പറഞ്ഞ ഈ സെറ്റപ്പ് രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. തുർക്കിയുടെ സൈന്യം, സൗദിയുടെ ഫണ്ട്, പാകിസ്ഥാൻ്റെ കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ആ ഒരു ചാവേർ ആറ്റിറ്റ്യൂഡ്, ഇത് മൂന്നും മതി ഇന്ത്യക്കെതിരെ എന്ന് പാകിസ്ഥാൻ വിചാരിച്ചുകൊണ്ടിരിക്കണം. പോരാത്തതിന് കൂടുതൽ GCC രാജ്യങ്ങളെ ഇതിനകത്തോട്ട് എടുത്തുകൊണ്ട് വരാനും പാകിസ്ഥാൻ തീരുമാനിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സൗദി നാറ്റോയുടെ ബേസ്മെൻ്റ് അടിച്ചുടച്ചുകൊണ്ട് നരേന്ദ്രമോദി UAE ഭരണാധികാരിയായിട്ടുള്ള നഹ്യാനെ വിളിച്ചിട്ട് അളിയ എന്ന് പറഞ്ഞത്. ചുമ്മാ ഇങ്ങ് വാ, ഒരു 3 മണിക്കൂർ നമുക്കൊരു ന്യൂക്ലിയർ കരാറിൽ ഒപ്പിട്ടിട്ട് തിരിച്ചങ്ങ് പോവാം എന്നാണ് ഈ UAEയോട് ആര് പറഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യ UAE ബന്ധം അത് വളരെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയും UAEയും ഇന്ന് സാമ്പത്തികവും പ്രതിരോധവും ഊർജ്ജവും ഉൾക്കൊള്ളുന്ന വലിയ കരാറുകളൊക്കെയാണ് ഒപ്പുവെച്ചത്. LNG ഡീൽ, എനർജി സപ്ലൈ, ബൈലാറ്ററൽ ട്രേഡ് 200 ബില്യൺ ലക്ഷ്യത്തോടെ, ഡിഫൻസ് കോർപ്പറേഷൻ, ഏതെങ്കിലും ഇരുപക്ഷത്തും റീജിയൻ സ്റ്റെബിലിറ്റി എന്നതിലേക്കുള്ള സൂക്ഷ്മ നീക്കമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു ഹാൻഡ് ഷേക്ക് അല്ല നരേന്ദ്രമോദിയും മറ്റേ അങ്ങേരോടെ കൊടുത്തത്. ഇന്ത്യ ഒരു പ്രധാന ഗൾഫ് പാർട്ട്ണറായി പൊസിഷനാലിറ്റി കെട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് സൗദിയും മറ്റ് GCC രാജ്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ ഈ തെണ്ടി പാകിസ്ഥാൻ്റെ കയ്യിൽ ഇവൻ കൈ കൊടുത്തിട്ട് വല്ല ഗുണമുണ്ടാ? അടിയിടിയും വെട്ടും കുത്തും കിട്ടണമല്ലാതെ, അതായത് എവിടെ തിരിഞ്ഞാലും അടിമാലി ഫാമിലി എന്ന് പറയുന്ന പോലെയാണ് പാകിസ്ഥാന് കൈ കൊടുത്ത് നിൽക്കുന്നത്. പക്ഷേ UAE GCCയിൽ ഒരു പ്രധാന രാജ്യം ഇന്ത്യയിലേക്ക് വന്ന് കൈ കൊടുത്ത ശേഷം ആണവ കരാർ വരെ ഒപ്പിട്ടുകൊണ്ട് വരികയാണ്. ഇതെന്തൊരു അത്ഭുതം! പാകിസ്ഥാൻ്റെ അടുത്ത് പോയപ്പോൾ അവൻ ആണവ കൊട തരാമെന്നാണ് പറഞ്ഞത്, അതിനും വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോഴാണ് UAE വിളിച്ചിട്ട് നരേന്ദ്രമോദി എല്ലാ GCC രാജ്യങ്ങളും നോക്കി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ആണവ കരാർ ഒപ്പിട്ട് അടിച്ച് കൈ കൊടുത്തത്. ഇത് ഒമാൻ കാണുന്നുണ്ട്, ഖത്തർ കാണുന്നുണ്ട്, സൗദി ആണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്, പാകിസ്ഥാനുമായിട്ടും ഇവിടെ കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ UAE വന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും വലിയ മാർക്കറ്റാണ്, ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്, 3ാമത്തേതിലേക്ക് കുതിക്കുന്നു, ലോകത്തിലെ ഡെവലപ്പിംഗ് നേഷൻസിലെ നമ്പർ 1 ആണ് ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യമായിട്ട് UAE GCC രാജ്യം കൈകോർത്തപ്പോൾ ഇന്ത്യ ഒരു സന്ദേശം കൂടെ നൽകി. GCCകളെല്ലാം കണ്ടോ, നമ്മളിവിടെ ഉണ്ട്, നമ്മളോട് കൈകോർത്താൽ നിങ്ങൾക്കുള്ള ലാഭമെന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. മറ്റവൻ്റെ കൂടെ കൈകോർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഒലക്ക പുഴുങ്ങിയതും കാടി വെള്ളവും. അതുകൊണ്ട് നമ്മളെ കൂടെ കൂടണം എന്നുള്ളതാണ് ഇന്ത്യ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും കൂടെ ചേർന്നുകൊണ്ട്
ഒരുമിച്ച് ഒരു പുതിയ ഇസ്ലാമിക് പവർ ആക്സിസ്, എന്താണ് ഇസ്ലാമിക് പവർ ആക്സിസ് രൂപീകരിക്കാനാണ് ഈ വേട്ടാവളിയുമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൗണ്ടറായിട്ടാണ് ഇന്ത്യ പ്ലസ് UAE പ്ലസ് ഇസ്രായേലും. ഈജിപ്റ്റ് വേണമെങ്കിൽ ക്വയറ്റായിട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. ഈജിപ്തിൻ്റെ പ്രവർത്തികളൊക്കെ നോക്കിയിട്ട് എന്തായാലും ഇന്ത്യ, UAE, ഇസ്രായേൽ ഇവർ 3 പേരും അന്തർധാരയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ 3 പേരും കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു ആൾട്ടർനേറ്റീവ് അറബ് സൗത്ത് ഏഷ്യ ആക്സിസ് ഒരുക്കുന്നത്. ഇതാരാണ് ഒരുക്കുന്നത്? ഇന്ത്യയാണ് ഒരുക്കുന്നത്. പാകിസ്ഥാൻ എന്താണ് ഒരുക്കുന്നത്? ഇസ്ലാമിക് പവർ ആക്സിസ്. പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ. നമ്മൾ എന്താണ് ഒരുക്കുന്നത്? ഇതിന് കൗണ്ടറായിട്ട് അറബ് സൗത്ത് ഏഷ്യ ആക്സിസ് ആണ് ഇന്ത്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇന്ത്യ ഈസ് പ്രീ എംപ്റ്റീവ്ലി പ്ലേസിങ് എ സ്ട്രാറ്റജിക് റുക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലല്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആസനത്തിൽ കൊണ്ട് ബോംബിടുന്നു, തുരങ്കം വയ്ക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ അല്ല 3 മണിക്കൂർ UAE ഭരണാധികാരി ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട് പോയത്. എന്തായാലും പാകിസ്ഥാൻ, സൗദി, തുർക്കി ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു പ്രവർത്തന ശൈലിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സംഭവം എന്ന് പറയുന്നത് ഫ്രജൈലാണ്. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണും പിണ്ണാക്കും ഇല്ല എന്നുള്ളതാണ്. തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർദോഗൻ എന്ന് പറഞ്ഞൊരു ഭരണാധികാരി അവിടെ ഉണ്ട്. എർദോഗൻ എന്താണ്? അയാൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ലീഡർ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ യവനും സൗദി അറേബ്യയും ഒരുമിച്ച് വന്നാൽ യവന്മാർ ചേരുവോ? ചേരില്ല. ഇവിടെ ആരാണ് നേട്ടം കൊയ്യാൻ പോകുന്നത്? ഇവിടെ UAEയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു ഗംഭീരമായിട്ടുള്ള പുതിയ സൗത്ത് അറബിക് ഏഷ്യൻ ആക്സസ് ആയിരിക്കും നേട്ടം കൊയ്യാനായിട്ട് പോകുന്നത്. കശ്മീർ വിഷയത്തിൽ ഓപ്പൺലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാക്ക് ചെയ്ത ഒരുത്തനാണ് ഈ തുർക്കി എന്ന് പറയുന്നത്. പാകിസ്ഥാനെ ഇനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കലി കൊളാപ്സ്ഡ് ആണ്. അതായത് ഒന്നുമില്ല, ഞണ്ണാൻ പോലും ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ്. ഐഡിയോളജിക്കൽ ലെവറേജാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ആയുധം, അതായത് മതം. അത് മാത്രമാണ്. നമ്മുടെ കശ്മീർ ഏത് നിമിഷവും പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് അവന്മാർ ഇരിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. സൗദി തുർക്കിയെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതായത് ഈ പാകിസ്ഥാനും സൗദിയും തുർക്കിയും 3 പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ തുർക്കിയും സൗദിയും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ അടിയിൽ കൂടെ പണിയും. അങ്ങനത്തെ രാജ്യങ്ങളാണ്. ഇവന്മാരെ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നിർത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ സൗദി തുർക്കിയെ വിശ്വസിക്കുന്നില്ല. പാകിസ്ഥാൻ്റെ യൂട്ടിലിറ്റി പാർട്ട്ണറായി മാത്രമാണ് സൗദി തുർക്കിയെ കാണുന്നത്. MBS അതായത് മുഹമ്മദ് ബിൻ സൽമാൻ ഒരു റിലീജിയസ് ലീഡർഷിപ്പ്, എക്കണോമിക് മോഡേണൈസേഷൻ ഷിഫ്റ്റ് ഇതെല്ലാം MBS കൊണ്ടുവരുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ പ്ലസ് തുർക്കി അവിടെ നിന്നാൽ മതി, ഞങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സെപ്പറേറ്റ് ഒരാളായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ആക്സിസിൽ, ഏത് അറബ് നാറ്റോ എന്ന് പറയുന്ന പാകിസ്ഥാൻ രൂപീകരിക്കുന്ന ആക്സിസിൽ സൗദി വരാനായിട്ട് പോകുന്നത്. ഇനി UAE എന്ന് പറയുന്ന രാജ്യം ഇവിടെ എന്തുകൊണ്ടാണ് ക്രൂഷ്യലായി മാറുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. UAE എന്ന് പറയുന്ന രാജ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു ത്രെട്ടായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മുസ്ലിം ബ്രദർഹുഡിൻ്റെ ട്രോമയൊക്കെ UAEക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചിലവന്മാർ വന്ന് പറയും, അയ്യോ പൊളിറ്റിക്കൽ ഇസ്ലാം UAE എന്ന് പറഞ്ഞ ഒരു മതരാജ്യമല്ലേ. സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ട്രോമയൊക്കെ അവിടെ ഉണ്ട്. തുർക്കി എന്ന് പറയുന്ന രാജ്യം UAEയുടെ ഐഡിയോളജിക്കൽ എനിമിയാണ്. പോരാത്തതിന് പാകിസ്ഥാനെ UAE നോക്കിക്കാണുന്നത് പിച്ചക്കാരന്മാരോ പോലെയാണ്. നമ്മുടെ ജഗതി വൈഷ്ണവ ജനതോ എന്ന് പറഞ്ഞു വരുന്നില്ലേ, അതുപോലെയാണ് പാകിസ്ഥാനെ ആര് നോക്കിക്കാണുന്നത്? UAE നോക്കിക്കാണുന്നത്. പക്ഷേ ഇന്ത്യയെ UAE എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാർക്കറ്റ് പ്ലസ് ടെക് പ്ലസ് സ്റ്റെബിലിറ്റി പ്ലസ് ഡയസ്പോറ. അത്രയധികം ഇന്നോവേഷൻസ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് UAE വിൽ നെവർ അലൈൻ വിത്ത് എ തുർക്കി ലെഡ് ഇസ്ലാമിസ്റ്റ് ആക്സിസ്. ഇതാണ് ഇന്ത്യയുടെ ബലം എന്ന് പറയുന്നത്. UAE അപ്പുറത്ത് ചായാനുള്ള ഒരു ചാൻസും ഇല്ല. ഈ ചാൻസാണ് ഇന്ത്യ മുതലെടുത്തത്. ഈ ചാൻസ് ഇന്ത്യ മുതലെടുത്തിട്ടാണ് UAE ഇങ്ങോട്ട് വിളിച്ച് ബാക്കിയുള്ള GCC രാജ്യങ്ങൾക്കും കൂടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സന്ദേശം എന്ന രീതിയിൽ കൊടുത്തത്. UAE ഇന്ത്യയുമായിട്ട് ന്യൂക്ലിയർ ഒരു കരാറൊക്കെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ബാക്കി GCC രാജ്യങ്ങളൊക്കെ ഞെട്ടിപ്പോവും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി അത്തരത്തിലൊരു കരാറ് അല്ലെങ്കിൽ ഈ ആണവപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സഹകരണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്ന തുല്യമാണ്. പ്രത്യേകിച്ച് ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത GCC രാജ്യങ്ങൾക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടണം. അമേരിക്ക പറയും പൊടാ എന്ന് പറയും.
ഞാൻ തരാം നിനക്ക്, അതായത് നിനക്ക് ഞാൻ എന്ത് ചെയ്യും, സൈനിക ബലം തരും, അതായത് നിന്നെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഞാൻ സൈന്യത്തെ ഇറക്കിക്കോളാം എന്ന് അമേരിക്ക പറയും. പോരാത്ത കഴിഞ്ഞാൽ ആണവായുധം ഞാൻ പ്രയോഗിച്ചോളാം, ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരുന്നോട്ട് എന്നാണ് അമേരിക്ക പ്രധാനമായിട്ടും പറയുന്നത്. പോരാത്തതിന് അമേരിക്ക അതിന് പ്രതിഫലമായിട്ട് ചോദിക്കുന്ന എന്താണ്, നിങ്ങളവിടെ ഒരു എണ്ണപ്പാടം ഇല്ലേ, അത് ഇനി മുതൽ ഞാൻ നോക്കി നടത്തിക്കോളാം കേട്ടോ, ഡോളർ കച്ചവടം നടത്തിയാൽ മതി എന്നാണ് അമേരിക്ക പ്രധാനമായിട്ടും പറയുന്നത്. പോരാത്തതിന് നമ്മൾ 2-3 എയർബേസുകളും നമ്മൾ അവിടെ കൊണ്ട് സ്ഥാപിക്കും. അങ്ങനെയാണ് ഖത്തറിലൊക്കെ ഈ എയർബേസൊക്കെ വന്നത്. ഇറാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ചാമ്പൂലെ, ആ എയർബേസൊക്കെ ഖത്തറിൽ അങ്ങനെയാണ് വന്നത്. എന്തായാലും ഇന്ത്യയും UAE മീറ്റും പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് യഥാർത്ഥ അടിക്ക് മുമ്പ് പാകിസ്ഥാനെ നമ്മൾ അടിച്ച് പരത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സ്ട്രാറ്റജിക് സെൻസിൽ ഇതിനെ നമുക്ക്, അതായത് നയതന്ത്രപരമായിട്ടുള്ളൊരു കണ്ണിൽ നമുക്കിതിനെ യെസ് കറക്റ്റാണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യ ഈസ് ടെല്ലിംഗ് ദ അറബ് വേൾഡ് യു ഡോണ്ട് നീഡ് പാകിസ്ഥാൻ ഓർ തുർക്കി ആസ് ഗേറ്റ് വേ ടു സൗത്ത് ഏഷ്യ. ഇതാണ് പോയിന്റ്. GCC രാജ്യങ്ങളോട് ഇന്ത്യ പറയുകയാണ്, നിങ്ങൾക്ക് പാകിസ്ഥാനെയും ആവശ്യമില്ല, തുർക്കിയെയും ആവശ്യമില്ല, നിങ്ങൾക്ക് സൗത്ത് ഏഷ്യയിലുള്ള ഗേറ്റ് വേ എന്ന് പറയുന്ന ഈ 2 പറട്ട രാജ്യങ്ങളല്ല, നിങ്ങൾ നോക്കിയേ, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ഞങ്ങളാണ്. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഇന്ത്യ വെറുതെ ഇരുന്നാൽ നടക്കൂല. ഇത് നടത്തിയെടുക്കാനും ഇതുപോലെ ചിന്തിച്ചെടുക്കാനും ഒരു ഭരണാധികാരി കൂടെ വേണം. ആ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി. എന്തായാലും എനർജി, ട്രേഡ്, ഡിഫൻസ്, ഇതിലെല്ലാത്തിലും സൗത്ത് ഏഷ്യയിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് നിങ്ങൾക്ക് സൗത്ത് ഏഷ്യയിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുമായിട്ട് സഹകരിച്ചോ എന്നാണ് ഇന്ത്യ പറയാതെ ഇവരോട് പറയുന്നത്. പോരാത്തതിന് സൗദി അറേബ്യ ഇത് കാണുമ്പോൾ ഒന്ന് കിടുങ്ങുന്നുണ്ട്. സൗദിക്ക് ഇന്ത്യ UAE ആക്സസ് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റേ അവൻ്റെ കൂടെ പിച്ചക്കാരൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒലക പുഴുങ്ങിയതും കാടി വെള്ളമാണ് കിട്ടുന്നത്. അതിനെക്കാട്ടിലും ഇത് കൊള്ളാമല്ലോ എന്ന് സൗദി ഒരു ഓപ്ഷൻ എടുത്താൽ അതിനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം തുർക്കിയും പാകിസ്ഥാനും എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ, സൗദിയുടെ കൂടെ നിൽക്കുന്ന 2 അറബ് നാറ്റോ രാജ്യങ്ങൾ ഐഡിയോളജിക്കലി ഇൻസ്റ്റേബിളാണ്. ഇന്ത്യ UAE എന്ന് പറയുന്ന രാജ്യം നോക്കുമ്പോൾ മണിയുണ്ട്, പോർട്ടുകളുണ്ട്, എനർജി സെക്യൂരിറ്റി ഉണ്ട്, കാമാണ്, ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ക്വയറ്റാണ്. അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. MBS അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കശ്മീർ ഇഷ്യൂവിലൊക്കെ സൗദി എടുത്തിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൗനം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. OIC വിഷയത്തിൽ ഡയല്യൂട്ടഡ് റെസൊല്യൂഷൻസ്, പോരാത്തതിന് സൗദി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതും ഇന്ത്യയിലാണ്. അതുകൊണ്ട് സൗദിയെ ഈസി ആയിട്ട് അറബ് നാറ്റോ ഒന്ന് പറിച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും. ഇനി പ്രധാനമായിട്ടും മറ്റുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പാകിസ്ഥാനും തുർക്കിക്കും തുരങ്കം വയ്ക്കാനായി ഇന്ത്യ ശ്രമിക്കുമ്പോൾ UAE ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ UAE എന്ന് പറയുന്ന രാജ്യത്തെ എടുത്തുകൊണ്ട് മിഡിൽ ബോർഡ് കൺട്രോൾ കൃത്യമായി ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ചെക്ക്മേറ്റ് പറയാൻ സമയമായിട്ടില്ല. ഒരു ചെസ് ബോർഡിലെ മിഡിൽ ബോർഡ് കൺട്രോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ചെക്ക്മേറ്റ് പറയാനായിട്ടില്ല. അതെന്ന് പറയുന്നത് പൊസിഷൻ ലോക്കാണ്. അത് പറയാറാവും. ഓപ്പറേഷൻ സിന്ദൂർ 2.0 നമ്മൾ തുടങ്ങുമ്പോൾ UAE നടത്തിയത് വെറും ഒരു വിസിറ്റല്ല. ഇത് പാകിസ്ഥാൻ, സൗദി, തുർക്കി ആക്സസ് രൂപപ്പെടുന്നതിന് മുമ്പേ ഇന്ത്യ വെച്ച സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു തുരങ്കമാണ്. അപ്പോൾ ഈ ഒരു തുരങ്കമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, വെറുതെയല്ല സൗദി ഭരണാധികാരി വെറും 3 മണിക്കൂർ ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദിയുമായിട്ട് കാറിനകത്തിൽ നിന്ന് സംസാരിച്ച് ഊഞ്ഞാലും അടിയിട്ട് പോയതെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരി.